ഹായ്, ഇന്നത്തെ റെസിപ്പി ബീഫ് ടെയിൽ സൂപ്പാണ്. ഇത് കാലുവേദനയ്ക്കും മുട്ടുവേദനയ്ക്കുമൊക്കെ നല്ലൊരു റെമഡിയാണ്. നിങ്ങളെല്ലാം ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇതിനായിട്ട് ആവശ്യമുള്ളത് തൊലി കളഞ്ഞ വെളുത്തുള്ളി 1/4 കപ്പ് നല്ലതുപോലെ ചതച്ചെടുക്കുക. ഇഞ്ചി 2 ഇഞ്ച് വലുപ്പത്തിൽ അതും ചതച്ചെടുക്കുക. ഇതുപോലുള്ള കല്ലിൽ കുറേശ്ശെയായിട്ട് ഇടിച്ച് എടുത്താൽ മതി. ചതച്ചെടുക്കുമ്പോഴത്തേക്ക് നമുക്ക് കറക്റ്റായിട്ട് അതിൻ്റെ ആ ഒരു ഇത് കിട്ടും. മിക്സിയിലൊക്കെ ആകുമ്പോൾ അത്ര ഒരു ഇത് വരത്തില്ല. ഇത് ഞാൻ ചതച്ചെടുത്ത് വെച്ചിരിക്കുന്നതാണ്. ചെറിയ ഉള്ളി 2 കപ്പ് ചെറുതായി അരിഞ്ഞെടുക്കണം. സ്പൈസസ് ചേർക്കുന്നത് ഒരു 4-5 ഗ്രാമ്പ്, 2 വലിയ പട്ട, പിന്നെ 2 ഏലക്ക, ഇത് ഷാജീര 1 ടീസ്പൂണ്, അത് കഴിഞ്ഞിട്ട് ഒരു സ്റ്റാർ അനൈസ്, പിന്നെ ഇത് ബ്ലാക്ക് സ്റ്റോൺ ഫ്ലവറാണ്. ഇത് ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. പിന്നെ പെരുംജീരകം, പിന്നെ കുറച്ച് ഒരു 1/4 ടീസ്പൂണോളം വന്നിട്ട് അജ്വൈൻ, നമ്മൾ നാട്ടിൽ ഓമം എന്നൊക്കെ പറയുന്നത്. ഇതൊക്കെ ചേർക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം അതിൻ്റെ ടേസ്റ്റ് കൂടും. പിന്നെ പട്ട, ഗ്രാമ്പ്, ഏലക്ക മാത്രമാണെങ്കിലും കുഴപ്പമില്ല. ഇതാണ് ബീഫിൻ്റെ വാലാണ്. ഇത് നമ്മളൊന്നും അത്ര ഇവിടെ യൂസ് ചെയ്യാറില്ല. തമിഴ്നാട്ടിലൊക്കെ ആണെങ്കിൽ ഇത് അവർ ഒരു മെഡിസിൻ കണക്ക് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇത് അവർ പറയുന്നത് നടുവേദനയ്ക്കുമൊക്കെ ഒരു നല്ലൊരു റെമഡി ആയിട്ടാണ് പറയുന്നത്. ബീഫ് ക്ലീൻ ചെയ്യുന്നത് പോലെ തന്നെ ഉപ്പൊക്കെ ചേർത്ത് നല്ലതുപോലെ ക്ലീൻ ചെയ്ത് വയ്ക്കുക. ഇനി ചതച്ച് ചേർക്കാനുള്ള ഇൻഗ്രീഡിയൻസ്: 1/4 കപ്പ് മല്ലി, 2 ടീസ്പൂൺ ജീരകം, 2 ടീസ്പൂൺ കുരുമുളക്, ഒരു 1/4 ടീസ്പൂൺ ഫെനുഗ്രീക്ക്, എല്ലാം കൂടെ ചേർത്ത് നല്ലതുപോലെ ചതച്ചെടുക്കുക. ഒരുപാട് പൊടിയുണ്ട്, എന്നാൽ ക്രഷാകണം. നല്ലോണം ക്രഷായി വരണം. നല്ലതുപോലെ ചതച്ചെടുക്കണം. ഇതുപോലെ ചതച്ച് വന്നാൽ മതി. ഇച്ചിരി കൂടെ ഒന്ന് ചതച്ചെടുക്കാം. നമ്മൾ എടുത്തേക്കുന്നത് 2 വാലാണ്, അതുകൊണ്ട് ആണ് ഇത്രയും ഇൻഗ്രീഡിയൻസ്. ഒരു വാലാണെങ്കിൽ അതിനനുസരിച്ച് പാതി എടുത്താൽ മതി. ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക. സ്പൈസസ് ഇടുക. അതൊന്ന് മൂത്ത് നല്ലൊരു മണം വരുമ്പോഴത്തേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. പച്ച മണമൊക്കെ ഒന്ന് മാറി നല്ല ഒരു ഫ്രാഗ്രൻസ് വരാൻ തുടങ്ങും. കറിവേപ്പിലയൊക്കെ ഇട്ട് കൊടുക്കുക.
കഴുകി ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുക. അതും നല്ലതുപോലെ വഴറ്റുക. അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കുക. മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ 1.5 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇത് ചെറിയ സ്പൂണാണ്, 2 ടീസ്പൂൺ അത് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നല്ലതുപോലെ വഴറ്റുക. കഴുകി വെച്ചിരിക്കുന്ന ബീഫിൻ്റെ വാല് ചേർത്ത് കൊടുക്കുക. നല്ലതുപോലെ മിക്സ് ചെയ്ത് ചേർക്കുക. നല്ലതുപോലെ യോജിപ്പിക്കുക. എന്നിട്ട് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. പൊടികൾ ചേർത്തതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്യണം. അതിനുശേഷം കറിവേപ്പില ചേർക്കുക. കറിവേപ്പില ചേർത്ത് നല്ലതുപോലെ യോജിപ്പിക്കുക. പിന്നെ നമുക്ക് ലാസ്റ്റ് വെള്ളം, അത് മുങ്ങി നിൽക്കുന്നത് പോലെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഒരു 10-15 വിസിലൊക്കെ നമ്മൾ അത് ഇടുന്നുണ്ട്. അതുകൊണ്ട് വെള്ളം അതിനനുസരിച്ച് വെച്ച് കൊടുക്കുക. പത്ത് 15 വിസിൽ വരുന്നവരേക്കും നമ്മൾ വെയിറ്റ് ചെയ്യണം. ആദ്യത്തെ വിസിൽ വരുന്നവരേക്കും ഹൈ ഫ്ലെയിം വയ്ക്കുക. അത് കഴിഞ്ഞതിന് ശേഷം ഒരു മീഡിയം ടു ഹൈ വെച്ചാൽ മതി. അതിൽ തന്നെ ഒരു 15 വരയ്ക്കും 10 to 15 വിസിൽസ് വരയ്ക്കും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് ടെയിൽ സൂപ്പ് റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ കിടക്കുന്നതിന് മുമ്പായിട്ട് ഉറങ്ങുന്നതിന് മുമ്പായിട്ട് കഴിക്കുക. ഇത് നല്ലൊരു റിസൾട്ട് തരുന്ന ഒരു റെസിപ്പിയാണ്. കാലുവേദനയൊക്കെ നമുക്ക് പിറ്റേ ദിവസം എണീക്കുമ്പോൾ തന്നെ ഒരു എനർജിയൊക്കെ ഫീൽ ചെയ്യും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ഫീഡ്ബാക്ക് എല്ലാം അറിയിക്കുക. താങ്ക് യു.